ഹലോ ഡിയേഴ്സ്, ഇന്നത്തേത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണേ. നിങ്ങൾക്കല്ല, എനിക്ക്. ഈ വീഡിയോയ്ക്ക് ഇത്ര സ്പെഷ്യാലിറ്റി എന്താണെന്നല്ലേ പറയാം. ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച ഒരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമില്ലേ, അതാണ്. ഇത് ഞാൻ പകുതി അൺബോക്സ് ചെയ്ത് വെച്ചതാണേ. അപ്പോഴാണ് ഓർത്തത് എങ്കിലൊരു വീഡിയോ ആകാമെന്ന്. ഒരുപാട് നാൾ കൊണ്ടുള്ള ആഗ്രഹമായിരുന്നെങ്കിലും ഈ പവിത്രമായ സാധനം വാങ്ങാൻ ഞാൻ ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അൺഎക്സ്പെക്റ്റഡായിട്ട് എനിക്കൊരാൾ ഗിഫ്റ്റ് ചെയ്തതാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഞാൻ ആഗ്രഹിച്ച സാധനം പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നമ്മൾ പറയാതെ തന്നെ ഒരാൾ കൊണ്ടു തരിക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു അത്ഭുതം തന്നെ ആയിരിക്കും അല്ലേ. ഒട്ടും സസ്പെൻസ് ഇടാതെ തന്നെ പറയാം, സാധനം മറ്റൊന്നുമല്ല, തുളസി മാലയാണ്. നമ്മുടെ ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ട തുളസിയുടെ മാല. നമ്മുടെ സനാതനധർമ്മത്തിൽ ഏറ്റവും കൂടുതൽ പരിശുദ്ധി കൽപ്പിക്കുന്നത് 3 കാര്യത്തിലാണ് അല്ലേ. ഒന്ന് ഗംഗാജലമാണ്. ഗംഗയിലൂടെ എല്ലാം പവിത്രമാക്കപ്പെടുന്നെന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തേത് അഗ്നിയാണ്. മൂന്നാമത്തേത് തുളസിയുമാണ് അല്ലേ. തുളസി സർവ്വതിനെയും ശുദ്ധീകരിക്കപ്പെടുന്നു തുളസി കൊണ്ട്, അല്ലെങ്കിൽ സർവ്വതിനെയും ശുദ്ധീകരിക്കാനുള്ള കഴിവ് തുളസിക്കുണ്ട് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അത്രത്തോളം പ്രാധാന്യം നമ്മുടെ തുളസി തീർത്ഥത്തിനും ഉണ്ട്. അതും എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭഗവാൻ ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് തന്നെയാണ് തുളസി. തുളസി മാലയൊക്കെ ഭഗവാന് ഒരുപാട് പ്രിയപ്പെട്ടതാണ് അല്ലേ. ഈ തുളസി മാലയെ കണ്ഠമാല എന്നും ഖണ്ഡിമാല എന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട്. ഈ തുളസിമാല നമ്മൾ ധരിച്ചു കഴിയുമ്പോൾ, അതല്ലെങ്കിൽ കണ്ഠത്തിൽ ഇത് ധരിച്ചു കഴിയുമ്പോൾ, നമ്മുടെ തൊണ്ടയിലൂടെ ഇറങ്ങിപ്പോകുന്ന ജലം പോലും ശുദ്ധീകരിച്ച് നല്ല പവിത്രമായിട്ടുള്ള ഗംഗാജലം പോലെ ആകുമെന്നൊക്കെയാണ് പറയുന്നതല്ല, അതാണ് വിശ്വാസം. ഇതിനെക്കുറിച്ച് അത്രയധികം ആധ്യാത്മികമായിട്ട് പറയാനുള്ള അറിവൊന്നും തന്നെ എനിക്കില്ല. എനിക്കറിയാവുന്ന വളരെ കുറച്ച് അറിവിൽ നിന്നുമാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത്. അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഇനി ഈ തുളസിമാല ആർക്കൊക്കെ ധരിക്കാമെന്നല്ലേ. ഭഗവാനോട് ഭക്തിയുള്ള ആർക്ക് വേണമെങ്കിലും തുളസിമാല ധരിക്കാവുന്നതാണ്. നമ്മുടെ കൂടെ എപ്പോഴും ഭഗവാൻ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ നമ്മളിൽ ഉളവാക്കാൻ ഇത് സഹായിക്കും. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, തുളസിമാല ധരിക്കുന്നവർ എപ്പോഴും ഭഗവാന്റെ ഒരു സ്മരണ എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ശുദ്ധിയും വൃത്തിയായിട്ടിരിക്കാനും ശ്രദ്ധിക്കുക. തുളസിമാല ധരിക്കുമ്പോൾ അലങ്കാരത്തിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല. എങ്കിലും എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് എൻ്റെ കുഞ്ഞികൃഷ്ണനെ കൂടെ ഞാൻ കൂടെ കൂട്ടുകയാണേ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എനിക്കിതിനെക്കുറിച്ച് ആധ്യാത്മികമായിട്ടുള്ള അറിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ കുറച്ചറിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ അറിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.